അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പേടിച്ചുപോയി. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുജൂദിൽ കിടക്കാൻ തുടങ്ങിയിട്ട് ഏറെ നേരമായി. ഇതുവരെയും അവിടുന്ന് ഉയരുന്നില്ല. വഫാത്ത് സംഭവിച്ചോയെന്ന വിഷമത്തിലാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. മസ്ജിദുൻ നബവിയിൽ നിന്ന് 900 മീറ്റർ ദൂരെയാണ് ഈ സംഭവം. ഒരു ദിവസം സഹാബത്തിനിടയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇറങ്ങിപ്പോയി ഒരു സ്ഥലത്തതാ സുജൂദ് ചെയ്യുകയാണ്. എവിടേക്കാണ് ഹബീബ് പോയതെന്ന് പിന്തുടർന്ന് ചെന്നപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുജൂദ് ചെയ്യുന്നത് കണ്ടത്. എന്നാൽ ഏറെ നേരമായിട്ടും നബി തങ്ങൾ ഉയരാത്തതിനാൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വിഷമിച്ചതാണ്. അവിടുന്ന് ഉയർന്നപ്പോൾ നബി തങ്ങളോട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്താണ് ഇത്ര ദൈർഘ്യമെടുത്ത് സുജൂദ് ചെയ്തത്? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്നോടൊരു സന്തോഷവാർത്ത കൈമാറിയിട്ടുണ്ട്. വല്ലാത്ത സന്തോഷം ലഭിച്ച ഒരു സന്ദേശമാണത്. അതുകൊണ്ട് നന്ദിയുടെ സുജൂദാണ് ചെയ്തത്. അനുരാഗികൾക്കേറെ ആനന്ദം നൽകുന്ന ആ സന്ദേശമെന്താണ്? മൻ സല്ലാ അലയ്യ സലാത്തൻ സല്ലല്ലാഹു അലൈഹി ബിഹാ അശറ. ആരെങ്കിലും എൻ്റെ മേൽ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അല്ലാഹു തആല അതുകാരണത്താൽ ആ വ്യക്തിക്ക് 10 നന്മകൾ, ഗുണങ്ങൾ നൽകുന്നതാണ്. ആനന്ദദായകമായ ഈ സുവിശേഷമറിഞ്ഞപ്പോൾ ഞാൻ നന്ദി രേഖപ്പെടുത്തിയതാണ് അബൂ ഹുറൈറ എന്ന് തിരുനബി തങ്ങൾ പ്രതിവചിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിനായി സുജൂദ് ചെയ്ത സ്ഥലത്ത് ഒരു പള്ളി ഉയർന്നു. ആ പള്ളിയാണ് മസ്ജിദുസ് സജദ എന്ന പേരിലും മസ്ജിദു അബീ ദർറിൽ ഗിഫാരി റളിയല്ലാഹു അൻഹു എന്ന പേരിലും ആ പള്ളി അറിയപ്പെടുന്നു.